എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ല. ഒരു രാഷ്ട്രീയത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അവരോട് ചോദ്യം ചെയ്യുന്നതിനും അവർ ചെയ്യുന്ന നെറുകേടിനും നമ്മൾ കൂട്ടി നിൽക്കേണ്ടതായിട്ട് വരും. പല കാര്യങ്ങൾക്കും നമുക്ക് അവർ കണ്ണടച്ച് പോകേണ്ടതായിട്ട് വരും. എന്നെ സംബന്ധിച്ച് എനിക്ക് ആരോടും ചോദ്യം ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പ്രായം വരെ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിന്നിട്ടില്ല. എന്നാൽ സമൂഹത്തിന് നമ്മളൊരു ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റേ സോഷ്യൽ വർക്ക് ഉണ്ട്, ആംബുലൻസ് സർവീസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഇറങ്ങുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് നമ്മുടെ മനസ്സിനോടൊരു സംതൃപ്തി ഉണ്ടാവും. അതേ പ്രവർത്തനം തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. പേരെന്താണ്? പേര് വാഹിദ ആലുവ. എന്ത് ചെയ്യണു? ഞാൻ ഡോക്യുമെന്റ് റൈറ്ററാണ്. പിന്നെ സന്നദ്ധ സേനയിലുണ്ട്, ആംബുലൻസ് സർവീസിലുണ്ട്. പിന്നെ ഒരു ആലുവ ക്ലീൻ സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥലത്തൊരു ആലുവ ക്ലീൻ ചെയ്യുന്ന, അതായത് മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള ഒരുപാട് ആളുകളെ ചൂരിലെടുത്ത് ഓടിച്ച ഒരു സംഘടനയുണ്ട്. അതിന്റെ ഒരു പ്രവർത്തകയാണ്. കേട്ടതിൽ നിന്ന് ആദ്യത്തെ വാചകത്തിൽ നിന്ന് മനസ്സിലായൊരു കാര്യം, you are committed to the society. You are committed to the society. We are social. Human beings are social beings. We are human beings, and who is a man? Man is a social animal. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വളരെ സന്തോഷം. മാത്രമല്ല ഇപ്പോൾ ഇവിടെ എത്തിയത് ഒരു ജനകീയ മുഖമുള്ള അൻവറിന്റെ കൂടെയാണ്. അൻവർ ഉയർത്തിയ വാദങ്ങൾ നമുക്കറിയാം. എല്ലാവരും MLA എന്ന 3 അക്ഷരവുമായി തേരോട്ടം നടത്തുക. സ്വന്തം കാറിൽ പോലും MLA ബോർഡ് വെച്ച് നടക്കുമ്പോൾ ആ 3 അക്ഷരം എടുത്തു മാറ്റിക്കൊണ്ടാണ് അൻവർ രംഗത്തേക്ക് നടക്കുന്നത്. അപ്പൊ അൻവറിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കമ്മിറ്റഡ് ടു ദ സൊസൈറ്റി എന്നേ പറയുന്നത്. അല്ല, അത് നിൽക്കുന്നതിനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഒരു എന്ത് തെറ്റ് കണ്ടാൽ അതിനെ ചോദ്യം ചെയ്യുന്ന. ഇപ്പൊ ഞങ്ങളുടെ അവിടെ റോഡിൽ വലിയൊരു കുഴി വന്നായിരുന്നു. ആ കുഴി വന്ന ആ കുഴിയിലേക്ക് പോകുന്ന ആളുകളും വരുന്ന ആളുകളായാലും വീണ് നിരന്തര അപകടമായിരുന്നു. പക്ഷെ അതിന് ഒരു ഫാമിലിയെ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. അവിടെ നിന്ന് ഞാൻ ലൈവ് ഇട്ടു. ആ ലൈവ് ഇട്ടിട്ട് അത് ചാനലുകാർ ഏറ്റെടുത്തു. ചാനലുകാർ വന്നു. അതിപ്പോൾ ഒരു നല്ലൊരു നിയമസഭയിലെ ചർച്ച വന്നു. അപ്പൊ അവിടെ നല്ല റോഡായി. അപ്പൊ നമ്മള് അല്ല, നമുക്ക് അവിടെ ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ ഞാനിവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ കയ്യിൽ നിന്നുള്ള എക്സ്പെൻസ് എടുത്തിട്ടാണ് ഞാൻ വരുന്നത്. അതല്ലാതെ ഞങ്ങള് അതിലൊരു പിരിവിടുകയോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടിട്ടുണ്ട് ഞാൻ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് പിരിച്ചിട്ടല്ല. എനിക്ക് കിട്ടുന്നതിൽ നിന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ അറിഞ്ഞതും അൻവർ സാറിന് എന്റെ കയ്യിൽ നിന്നും എടുത്തിട്ടാണ് ചെലവഴിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടിയ. അത് വല്ലാത്തൊരു സത്വമാണ്. കാരണം നമ്മൾ വൃന്ദയോടെ വന്നവരാണ്, വൃന്ദയോടെ മടങ്ങേണ്ടവരാണ്. പോകുന്നതിന് മുമ്പ് പലരും കൊടുത്തിട്ട് പോകണം. ആ ഒരു സന്ദേശം അൻവർ സമൂഹത്തിൽ കൊടുക്കുന്നുണ്ട്. അതെ. അല്ല, ആ സന്ദേശവും അദ്ദേഹത്തിന്റെ ധൈര്യവും അദ്ദേഹത്തിന് ഇപ്പോൾ നാളെ എന്താകുമെന്നല്ല, നാളെയും അദ്ദേഹം അത് മുറുകെ പിടിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത്രയും ആളുകൾ ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് കണ്ട സ്ഥിതിക്ക് ഇത് മുമ്പോട്ട് കേരളത്തിൽ നല്ല രൂപത്തിൽ മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള വിശ്വാസം. ആ വിശ്വാസത്തോടുകൂടി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. അല്ല, അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത് PV അൻവർ ആണെങ്കിൽ, അൻവർ സാറിന് സാധിക്കുമെങ്കിൽ ഇത്രയും ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. ഒന്നും ആഗ്രഹിക്കുന്നില്ല, സ്വന്തമായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ. ഇവിടെ സ്ഥാനം ഇതൊന്നും മോഹിച്ചിട്ടല്ല, ഒരു സ്ഥാനവും വേണ്ട. നമുക്കൊരു സ്ഥാനത്ത് നിന്നിട്ടല്ല നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. നമുക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് കോൺഫിഡന്റ് ഉണ്ടായാൽ മതി. അല്ലാതെ ഞാൻ അതിന്റെ തലപ്പത്തിരുന്നത് കൊണ്ട് എനിക്കത് പ്രവർത്തിക്കാൻ പറ്റണമെന്നില്ല. അത് ചെയ്തത് തെറ്റാണ്, അത് ചെയ്തത് എന്തിനാണ് എന്ന് ചോദിക്കാനുള്ള ഒരു ആർജവം ഉണ്ടെങ്കിൽ ആ ആർജവം ഞാൻ PV അൻവർ സാറിന്റെ ഞാൻ അൻവറിന് കിട്ടിയത് അൻവറിന്റെ പിതാവിൽ നിന്നാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ എനിക്ക് പറ്റുന്നത്. ഞാൻ അൻവറിന്റെ പിതാവുമായിട്ട് ബന്ധമുണ്ട്. പണ്ട് ജവഹർലാൽ നെഹ്റു മലപ്പുറം ജില്ലയിൽ വന്നപ്പോ ജവഹർലാൽ നെഹ്റുവിന് വീട് കൊടുത്തു എന്നതല്ല, ജവഹർലാൽ നെഹ്റു എന്ന അന്നത്തെ ഏറ്റവും വലിയ ജനങ്ങൾ നോക്കുന്ന ഒരു മുഖമാണ്. ആ മനുഷ്യന് സംരക്ഷണം കൊടുത്ത പിതാവാണ് PV ഷൗക്കത്ത്. അദ്ദേഹം AICC അംഗമായിരുന്നു. ആരുടെ കൂടെ?
അന്നത്തെ തലതൊട്ടപ്പന്മാരായ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, നിജലിംഗപ്പ, SK പാട്ടീൽ, അതുല്യ ഘോഷ്, സി സുബ്രഹ്മണ്യം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മൊറാർജി ദേശായി, കമരാജ്, അങ്ങനെ ആ നീണ്ട നിര. ആ കാലഘട്ടത്തിലാണ് AICC അംഗമായിട്ട് മലപ്പുറത്ത് നിന്ന് PV ഷൗക്കത്തലി പോകുന്നത്, വർക്ക് ചെയ്യുന്നത്. അദ്ദേഹമാണ് ജവഹർലാൽ നെഹ്റുവിന് മലപ്പുറത്ത് സംരക്ഷണം കൊടുത്തത്. ആ പിതാവിന്റെ മകനാണ് PV അൻവർ എന്നത് നമുക്ക് അഭിമാനമുണ്ട്. അദ്ദേഹം വലിച്ചെറിഞ്ഞു പോകുന്ന, ചോദ്യം ചെയ്തത് മുഖ്യമന്ത്രിയാണ്, മകളെയാണ്. അല്ല, ആ കാണിച്ച തന്റെ ഇടമാണ്, അതിനുള്ള ഒരു ആർജവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേസ്ഥാനം എന്ത് കണ്ടാലും കണ്ണടച്ച് നമുക്ക് സ്ഥാനമാനങ്ങൾ മാത്രം മതി എന്ന് തോന്നുന്ന ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട് ഉള്ളത്. അല്ല, ഇവിടെ നമ്മളിപ്പോ ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടനക്ക് പ്രസിഡന്റ്, ചെയർമാൻ, സെക്രട്ടറി, ആ സംഘടനയുടെ നിലനിൽപ്പിന് വേണം. പക്ഷെ ഈ പ്രസിഡന്റ്, സെക്രട്ടറി, ചെയർമാനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സാധാരണക്കാരായ ആളുകൾ ഒരുമിച്ച് ചെയ്യണമെങ്കിലാണ് ആ ഒരു സംഘടനയ്ക്ക് ഒരു ബലം ഉണ്ടാവുള്ളൂ, ഒരു കൂട്ടായ്മ ഉണ്ടാവുള്ളൂ. ആ കൂട്ടായ്മയും ഇപ്പോൾ കണ്ട ഈ സംഘടന ശക്തിയും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് PV അൻവർ സാറിന് സാധിക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും മുമ്പോട്ട് നിൽക്കണം. अभिषेक बनर्जी जिंदाबाद, जिंदाबाद, PV अनवर जिंदाबाद, PV अनवर जिंदाबाद.